വലൈക്കും വറഹമത്തുള്ള. പ്രണയങ്ങളൊക്കെ വളരെയേറെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് 3 മാസത്തോളം ഒരുമിച്ച് ജീവിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോയി. 1 വർഷത്തിന് ശേഷം തൻ്റെ ഭാര്യയെയും വിദേശത്തേക്ക് കൊണ്ടുവന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ അവർ വലിയ സ്നേഹത്തിലായിരുന്നു. രണ്ടുപേരും പരസ്പരം തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ജീവിതത്തെ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ അവിടെ നിർത്തി പുതിയ ജീവിതം തുടങ്ങിയ ആളുകളായിരുന്നു. ഈ ചെറുപ്പക്കാരന് മുമ്പൊരു പ്രണയമുണ്ടായിരുന്നു. ആ പെണ്ണ് മറ്റൊരു വിവാഹം കഴിച്ചു പോയി. അതേപോലെ തന്നെ ഈ ഒരു പെണ്ണിന് ഒരു മതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ അത് വീട്ടിലറിയുകയും പ്രശ്നമാവുകയൊക്കെ ചെയ്തപ്പോൾ അവൾ അത് നിർത്തുകയും അവർ പരസ്പരം പങ്കുവച്ച നിമിഷങ്ങളൊക്കെ അവർ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അവർ നിർത്തി മറ്റൊരു വിവാഹത്തിന് വേണ്ടി മുതിർന്നതാണ്. തന്നെ വിവാഹം കഴിക്കാൻ വന്ന ആളോട് തൻ്റെ എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചെറുപ്പക്കാരൻ തൻ്റെ കഥകളൊക്കെ ഈ പെണ്ണിനോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ വിവാഹം കഴിയുന്നത്. ആദ്യ നാളുകളിലൊക്കെ അവർ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു. പിന്നെ വിദേശത്തേക്ക് വന്നു. ആ പെണ്ണിനെയും കൂട്ടി അദ്ദേഹം വിദേശത്തേക്ക് വന്നതിന് ശേഷം അവൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല. എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവളിൽ നിന്നുള്ള ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടേക്ക് പെട്ടെന്ന് വന്നതിൽ നിന്നുള്ള ഒരു പ്രശ്നമായിരിക്കും, അത് ചേഞ്ച് ആയിക്കൊള്ളുമെന്നൊക്കെ അദ്ദേഹം ധരിക്കുകയും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ ഭാര്യ താനുമായിട്ട് അടുക്കുന്നില്ല. അവൾ സംസാരിക്കാനോ അതല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റൊന്നും അവൾ തയ്യാറാകുന്നില്ല. ഇത് ഈ ഭർത്താവിനെ, ഈ ചെറുപ്പക്കാരനെ വലിയ സങ്കടത്തിലാക്കി. അങ്ങനെ അദ്ദേഹം എന്താണ് പ്രശ്നമെന്ന് നിരന്തരം ചോദിച്ചെങ്കിലും ആ പെണ്ണ് പറയാൻ തയ്യാറായില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ നിർബന്ധപ്രകാരം ഇവളൊരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി. പക്ഷേ അവൾ ഒന്നും പറയാൻ തയ്യാറായില്ല. ആ കൗൺസിലറോട് അവൾ തൻ്റെ പ്രശ്നങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഒന്നിനും അവൾ സഹകരിച്ചില്ല. അങ്ങനെ അത് പരാജയപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ആ രാത്രി അവൾ ആ ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യണം, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. നിങ്ങളെപ്പോലെയുള്ള സ്നേഹമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ യോഗ്യതയൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ പ്രശ്നം ആ കൗൺസിലർ അറിയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങളെന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ്, അതെന്തു കാരണമാണെങ്കിലും പ്രശ്നമില്ല, നിങ്ങളെന്നെ ഉപേക്ഷിക്കണം, നിങ്ങളെന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് അയാളോട് പറയുമ്പോൾ അയാൾ അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്രശ്നം? അതെന്തു പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ് അവർ കിടന്നുറങ്ങുന്നു. രാവിലെ അദ്ദേഹവും അവളെയും കൂട്ടി ഒരു ചെറിയ യാത്ര പോകുന്നു. ആ യാത്രയിൽ അദ്ദേഹം അവളെ ചേർത്തി പിടിച്ച് അവർ പരസ്പരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് അവളെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്നു. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, എൻ്റെ മുമ്പുണ്ടായിരുന്ന ആ പ്രണയത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഞാൻ നല്ല ഒരു ഭർത്താവിന് എനിക്ക് ലഭിക്കുകയും ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അവൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ മുമ്പ് പങ്കുവെച്ച ചില നിമിഷങ്ങളിലെ ഫോട്ടോകൾ അവൻ എനിക്ക് അയച്ചു തന്നു. ആ ഫോട്ടോ കാണിച്ചിട്ട് അവൻ എന്നോട് അവരുമായിട്ടുള്ള ആ ബന്ധം നിർത്തരുതെന്നും അവനെ നിരന്തരം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഫോട്ടോയും ുമായി സഹകരിച്ചില്ല എങ്കിൽ ആ ഫോട്ടോകളൊക്കെ അവൻ സോഷ്യൽ മീഡിയകളിലും അതേപോലെ സൈറ്റുകളിലൊക്കെ ഇടുമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. അന്നാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നീട് ഒരിക്കൽ അവൻ എന്നെ കാണാൻ വേണ്ടി വിളിച്ചു. അന്ന് ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് കാല് പിടിച്ചിട്ടെങ്കിലും ആ വീഡിയോകളൊക്കെ, ആ ഫോട്ടോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷെ അത് നടന്നില്ല. അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൻ നിർബന്ധിക്കുന്നു. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ ഫോട്ടോസൊക്കെ അവൻ സോഷ്യൽ മീഡിയയിലിടും, അതേപോലെ സൈറ്റുകളിലിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാതിരുന്നത്. ആ സമയത്ത് ആ ഭർത്താവ് വളരെയേറെ സ്നേഹത്തോടെ ആ
ഭാര്യയെ ചേർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം, ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തി പിടിക്കുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വല്ലാതെ സമാധാനിപ്പിക്കുന്ന വാക്കാണ് ഞാൻ കൂടെയുണ്ട്, നമുക്കത് പരിഹരിക്കടാ, ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. പുതിയ കാലത്ത് പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ, ഈ പെൺകുട്ടികളോടൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവുകയില്ല. ഇവനാണ് എൻ്റെ എല്ലാം, ഇവൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുമുള്ളും, ഇവനാണ് എൻ്റെ ലോകമെന്നൊക്കെ നമ്മൾ ആ സമയത്ത് വിചാരിക്കും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ നിറം മാറും. നമ്മുടെ ജീവിതം അതുമൂലം നശിപ്പിക്കുകയും അവസാനം ഒരു കയറിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത, നമുക്ക് പറയാൻ ഏറ്റവും യോഗ്യനായ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുക. എന്നിട്ട് ആ പ്രശ്നങ്ങൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ആ പ്രശ്നങ്ങൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പരിഹരിക്കുക. അല്ലാതെ ജീവിതം അവസാനിപ്പിക്കൽ കൊണ്ടോ നിരന്തരം ടെൻഷൻ അടിച്ച് നടക്കൽ കൊണ്ടോ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. നാം ഏറ്റവും കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. അല്ലാഹു തആല നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ഇടങ്ങേറുകളിൽ പെടുന്നതിനെ തൊട്ട് കാവൽ നൽകുമാറാവട്ടെ. ഈ ഭർത്താവ് സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം അവനെ അറസ്റ്റ് ചെയ്യുകയും ആ വീഡിയോകളും ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് അവർ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറുകയും സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്തു. പ്രണയ കാലയളവിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ വലിയ അപകടങ്ങളായി വരാറുണ്ട്. ഇന്ന് നാം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കാണുന്ന ആത്മഹത്യകൾ, അതേപോലെ തന്നെ കൊലപാതകങ്ങൾ, പ്രണയത്തിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇന്ന് പ്രണയിക്കുന്ന ആളുകളൊക്കെ അവരോട് പറയുമ്പോൾ, മാതാപിതാക്കൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അവസാനം ഇതേപോലെയുള്ള വലിയ ചതിക്കുഴികളിലാണ് അവർ ചെന്നുപെടുന്നത്. അതുമൂലം അവരുടെ ജീവിതം നശിക്കുന്നു, മനസമാധാനം നശിക്കുന്നു, അവസാനം അവർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ എന്തിനോ വേണ്ടി ജീവിച്ച് എന്തിനോ വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടാതെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.